ആ പഠിത്തൊക്കെ കഴിഞ്ഞോ? കയ്യാറായമ്മ. നീ ഇതിപ്പോ എങ്ങോട്ട് പോന്നു? കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി താഴേക്ക് പോയി കുടിച്ചിട്ട് വാ. പ്രകാശ് ഏട്ടൻ എങ്ങോട്ടാ പോയത്? നീ പിന്നെ വന്നോ? ആ വന്ന്. എനിക്കറിയട്ടെ പ്രകാശ് ഏട്ടൻ എങ്ങോട്ടാ പോയതെന്ന്. അവൻ എങ്ങോട്ടാ പോയെന്നുള്ളത് അവനോട് പോയി ചോദിക്കണം. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? എന്റെ ഭർത്താവ് എവിടെ പോയെന്ന് എനിക്കറിയണ്ടേ? എടി നീ അത് വന്ന് എന്നോട് ചോദിച്ചിട്ട് നിനക്ക് എവിടുന്ന് ഉത്തരം കിട്ടാനാണ്? അവൻ വന്നിട്ട് പറയുന്നു പറഞ്ഞില്ലേ? നിങ്ങൾ ഇതിനൊക്കെ കാരണം. കുഞ്ഞമ്മയ്ക്ക് വേറെ പണിയില്ലേ 24 മണിക്കൂർ അമ്മയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യാൻ? നീ കൂടുതൽ മിണ്ടൊന്നും വേണ്ട. നിന്റെ അച്ഛനമ്മയും നിന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് നിനക്ക് മനസ്സിലായോ? ഇല്ലല്ലോ. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ പറ്റിക്കേണ്ട കാര്യമില്ല. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അതാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യവും എനിക്കില്ല. ഓടി. നിന്റെ അമ്മ പറഞ്ഞ സത്യമാണെന്ന് ഈ അപ്പൂപ്പനോട് ചോദിച്ചോ? നിന്റെ അച്ഛനോട് ചോദിച്ചോ? എനിക്ക് ആരോടും ചോദിക്കണ്ട. എൻ്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ സത്യം മാത്രമേ പറയുള്ളൂ. നിനക്ക് ഉറപ്പാണോ? ആ ഉറപ്പാ. മാളു മോള് അകത്തേക്ക് പോയേ. വെറുതെ സംസാരിച്ച് വഷളാക്കാതെ. അങ്ങനെ അങ്ങ് പോവല്ലേ. നിന്റെ അടുത്ത് നിന്റെ അപ്പൂപ്പനും അമ്മയും സത്യം മാത്രമേ പറയൂ അല്ലേ? അതെ. ഈ നിൽക്കുന്നത് നിന്റെ അപ്പൂപ്പൻ അല്ലെന്നുള്ള സത്യം ഇവര് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അഞ്ജു എന്തേ? സത്യം മാത്രം പറയുന്ന അപ്പൂപ്പനും അമ്മയും ഈ കഥയൊന്നും മോളോട് പറഞ്ഞില്ലേ? ഈ നിൽക്കുന്നതല്ല നിന്റെ അമ്മയുടെ സ്വന്തം അച്ഛനെന്ന് ഇവര് നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് നിന്റെ അച്ഛനും അമ്മയും ഒന്നിച്ചു എന്നും പറഞ്ഞ് ഇവരെ നിന്നെ പറ്റിക്കുന്നത്. ഞാൻ പറഞ്ഞത് കള്ളാണെന്ന് ചോദിക്കടി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, എന്നെ വേദനിപ്പിച്ചാ ഞാൻ തിരിച്ചും വേദനിപ്പിക്കുന്നു. കുഞ്ഞമ്മ എന്തൊക്കെയാ അമ്മ പറഞ്ഞേ? ഇതെന്റെ അപ്പൂപ്പനല്ലേ? അല്ല മോളെ, ഞാൻ നിന്റെ അപ്പൂപ്പനല്ല. അച്ഛാ എന്തിനാ അവളോട് ഇതൊക്കെ മറച്ചു വെക്കണേ? അവളറിയട്ടെ. നമുക്കിത് മനസ്സിലാവുമെന്ന് അറിയില്ല. നീ ചായ പിടിച്ചിട്ട് പഠിക്കാം. ഞാൻ കാരണം മോളുടെ അമ്മയുടെ ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞ ആഗ്രഹം നഷ്ടപ്പെട്ടത്. മോള് അച്ഛൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹം സഹായിച്ചു തരുമോ? ഇതാണിവിടെ മോളുടെ അമ്മ എല്ലാവരോടും പറയാൻ മടിച്ച രഹസ്യം. മോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറില്ലേ എന്ത് രഹസ്യം അമ്മ മറച്ചു വയ്ക്കണമെന്ന്? എന്തുകൊണ്ടാണ് അമ്മ അഞ്ജുവിനെ ഇപ്പൊ തിരിച്ചൊന്നും പറയാത്തതെന്ന്? ഇതാണ് കാരണം മോളെ. ഇത് അഞ്ജുവിനും അറിയാം. ഇതൊക്കെ യശോദാമ്മയും മോഹൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ ആരോടും പറയില്ല അപ്പൂപ്പ. ഇതാ എൻ്റെ അപ്പൂപ്പൻ. അമ്മ ഇത്രയും പേരുടെ ആഗ്രഹം നടത്താൻ വേണ്ടി ഗവൺമെന്റ് ജോലി വാങ്ങിയിട്ട് ആ ഗവൺമെന്റ് ജോലിയാണോ അച്ഛൻ ഇല്ലാതെ ആക്കാൻ നോക്കിയത്? അതൊക്കെ കഴിഞ്ഞില്ലേ. ഇപ്പൊ അമ്മയ്ക്ക് ജോലിയും കിട്ടി. ആ ജോലിനെ നഷ്ടപ്പെടുത്തൊന്നുമില്ല. അപ്പൊ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം ഇതുവരെ തീർന്നില്ലെന്ന് കുഞ്ഞമ്മ പറഞ്ഞ സത്യമാണോ? സത്യമാണ്. മോളുടെ മുന്നേ വെച്ച് ജോലിക്ക് പോകാൻ സമ്മതിച്ചെങ്കിലും പിന്നീട് വന്ന് എന്നോട് പറഞ്ഞത് ജോലിക്ക് പോകണ്ടെന്നുള്ള സ്ഥിരം പല്ലവി തന്നെയാ. ഇത് നിന്നോട് എങ്ങനെ പറയുമെന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. സാരമില്ല അമ്മ. അമ്മ ജോലിക്ക് പോവും. അച്ഛൻ തന്നെ അമ്മയോട് പറയും ജോലിക്ക് പോവാൻ. ഞാനുണ്ട് അമ്മയുടെ കൂടെ. അമ്മ ലൈഫിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളുടെ കൂടെ കളിച്ച് ചിരിച്ച് നടന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല അമ്മ.